ലക്ഷക്കണക്കിന് പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന നിർണായക അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലെ പെൻഷൻ വിതരണം സംബന്ധിച്ച ഏറ്റവും പുതിയ സർക്കാർ ഉത്തരവുകൾ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലെ പെൻഷൻ വിതരണം എപ്പോഴാണ്, അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ, കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ എന്നിവയുടെ പുതിയ അറിയിപ്പുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പെൻഷൻ സംബന്ധിച്ച എല്ലാവിധ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത്. 2026 മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള ഉത്തരവ് മുൻകൂറായി വന്നിട്ടുണ്ട്. മാർച്ച് 13-ന് പുറത്തിറക്കിയ പുതിയ ഉത്തരവ് പ്രകാരം ഏപ്രിൽ മാസത്തെ പെൻഷൻ തുക മുൻകൂട്ടി വിതരണം ചെയ്യാൻ അനുമതി നൽകിയിട്ടുണ്ട്. മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം മാർച്ച് 25 മുതൽ ആരംഭിക്കുമെന്നാണ് സൂചന. എന്നാൽ മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണവും ആരംഭിക്കും. ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം ഏപ്രിൽ മാസം ആദ്യവാരമുണ്ടാകുമെന്നാണ് സൂചന. അതുപോലെ തന്നെ വിതരണം ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വിതരണവും പൂർത്തിയാക്കാനാണ് സാധ്യത. അതേസമയം 2026 ജനുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കാതെ പോയിട്ടുള്ള 16,746ഓളം പേർക്ക് പെൻഷൻ പുനർവിതരണം ചെയ്യുന്നതിന് വേണ്ടി തുക അനുവദിച്ചു. മാർച്ച് മാസത്തെ പെൻഷനോടൊപ്പം ഇവർക്ക് ഈ തുക കൂടി ലഭിക്കും. അതേസമയം മറ്റൊരു സന്തോഷ വാർത്തയുള്ളത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വാങ്ങുന്നവർക്കാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് 6 മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ 9,600 രൂപ പെൻഷൻ സർക്കാർ അനുവദിച്ചു. ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇവർക്ക് ഇത്രയും വലിയൊരു തുക ഒരുമിച്ച് ലഭിക്കുന്നത്. മറ്റൊരു ഉത്തരവ് ഇറങ്ങിയത് സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ ആദ്യഘട്ട വിതരണം ഫെബ്രുവരി മാസം നടന്നിട്ടുണ്ട്. 2026 ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെ മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ധനസഹായ വിതരണം ചെയ്യുന്നതിന് തത്വത്തിൽ അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പരാമർശം സർക്കാരിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡും തദ്ദേശ സ്വയംഭരണ വകുപ്പും ധനസഹായ വിതരണത്തിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണെന്നും ഉത്തരവിൽ പറയുന്നു. അതായത് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി വഴിയുള്ള ധനസഹായവും വരും ദിവസങ്ങളിൽ തടസ്സമില്ലാതെ വിതരണം ചെയ്യാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ സർക്കാർ ജീവനക്കാരുടെയും സർവീസ് പെൻഷൻകാരുടെയും ദീർഘകാലമായുള്ള ആവശ്യമായ ക്ഷാമബത്ത കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനുള്ള ഉത്തരവുകളും ഇതോടൊപ്പം പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.